വമൻ യത്തഖില്ലാ, ആര് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ യജഅൽ ലഹു മഖ്റജാ, അവന് പുറത്തു കിടക്കാനുള്ള ഒരു വഴി അല്ലാഹു തരും കേട്ടോ. നിങ്ങൾ കുടുങ്ങിപ്പോകില്ല കേട്ടോ. ഞാൻ തഖ്വയോടെ ജീവിച്ചത് കൊണ്ട് ഞാൻ കുടുങ്ങിപ്പോയല്ലോ എന്ന് പറയേണ്ട ഒരു ഗതി വരില്ല കേട്ടോ. അള്ളാന്റെ വാചനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ റബ്ബ് പറയുന്നത് നമ്മൾ അംഗീകരിക്കണ്ടേ. യജഅൽ ലഹു മഖ്റജാ വയർസുഖുഹു. നമ്മൾ എന്തിനായി ഭയപ്പെടുന്നത്? എന്തിനായി ഭയപ്പെടുന്നത്? കച്ചവടം കുറയുമെന്ന് പേടിച്ചിട്ടാണോ? റിസ്ക് മുടങ്ങിപ്പോകുമെന്ന് പേടിച്ചിട്ടാണോ? തരുന്ന അല്ലാഹ് ഓഫർ പറയുകയാണ്, തഖ്വയോടെ ജീവിച്ചോ മുസ്ലിമേ. വമൻ യത്തഖില്ലാഹ യജഅൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ. വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹ് റിസ്ക് തരും കേട്ടോ. അല്ലാഹ് തരും കേട്ടോ. അതിനൊരു പേടി വേണം അല്ലാഹനെ. മനസ്സിനൊരു ഉറപ്പ് വേണം, ഞാനത് ചെയ്യില്ല, ഞാൻ ഹറാം ചെയ്യില്ല, എനിക്ക് ആ രൂപത്തിലുള്ള പണവും വേണ്ട എന്നങ്ങ് തീരുമാനിച്ച് തവക്കുലോടെ നിന്നാൽ വമൻ യതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ ആരെങ്കിലും തവക്കുലാക്കുന്നുവെങ്കിൽ ഫഹുവ ഹസ്ബുഹു, അല്ലാഹ് മതി അവന്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഖുൽ ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. നമ്മൾ ദിക്ർ ചൊല്ലാറില്ലേ, ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾ. അല്ലാഹ് നീ തരാൻ വിചാരിച്ചത് മുടക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല കേട്ടോ. നീ തരില്ലെന്ന് വിചാരിച്ച് പിടിച്ചു വെച്ചത് തരാനും ഒരാളെ കൊണ്ടും സാധ്യമല്ല കേട്ടോ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. എത്രയോ വിശദീകരിച്ചതാണ്. ലോകം വളരെ ദുഷിച്ചു പോയല്ലോ. വൃത്തികേടുകൾ പ്രചരിക്കുന്ന കാലമാണ്. മൊബൈൽ ഫോണുകളിലൂടെ, നെറ്റിലൂടെ, ടിവിയിലൂടെ, സിനിമകളിലൂടെ, സീരിയലുകളിലൂടെ, മാസികകളിലൂടെ, വാരികകളിലൂടെ, പ്രസിദ്ധീകരണങ്ങളിലൂടെ, ദിനപത്രങ്ങളിലൂടെ ഒക്കെ ഇത് വർദ്ധിക്കുകയല്ലേ. ആവർത്തിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിശദമായി സംസാരിക്കാൻ പറ്റിയ ഒരു സന്ദർഭമല്ല, മറ്റു പലതും പറയാനുണ്ടല്ലോ. ഇതൊക്കെയും ഇവിടെ സവിസ്തരം ഈ ഉള്ളവൻ തന്നെ വളരെ കൃത്യമായി തന്നെ അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഇക്കഴിഞ്ഞ റമദാനിൽ ഇവിടുത്തെ ഒരു പ്രത്യേകമായ ജനകീയ കൂട്ടായ്മ എന്ന് പറയുന്ന മുജാഹിദുകളല്ലാത്ത ഒരു കൂട്ടർ ഇവിടെ 2 ദിവസം പ്രഭാഷണം വെച്ചിട്ട് ഈ ഉള്ളവനെ ഷാർജയിൽ നിന്ന് ക്ഷണിച്ചല്ലോ. അള്ളാഹിൻ്റെ തൗഫീഖോടുകൂടി ഈ രാജ്യത്ത് വന്നിട്ട് 2 ദിവസം റമദാൻ പ്രഭാഷണം നടത്തിയല്ലോ. ആ പ്രഭാഷണത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ കൃത്യമായി അത് മാത്രമാണ് ആ 2 ദിവസവും പറഞ്ഞിട്ടുള്ളത്. നിങ്ങളത് കേൾക്കണേ. ഇവിടെ വെച്ച് പറയാനും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നമുക്ക് പല വിഷയങ്ങളും പറയാനുള്ളത് കൊണ്ടാണ്. തഖ്വയിൽ നിന്ന് വിട്ട ജീവിതം വേണ്ട. എല്ലാ രംഗത്തും സൂക്ഷിച്ച് ജീവിക്കണേ. അത് പത്രരംഗത്താണെങ്കിലും അത് നുണ പറഞ്ഞുകൊണ്ടുള്ളത് വേണ്ട. അശ്ലീലം പരസ്യപ്പെടുത്തിയിട്ട് വേണ്ട. കളവ് പറഞ്ഞിട്ട് വേണ്ട. ഒരാളെ കഫറാക്കിയിട്ട് വേണ്ട. അതിലൊക്കെ നിങ്ങളത് കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ പല വിഷയങ്ങളും ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരട്ടെ. അപ്പൊ സിറാജിന്റെ കാര്യത്തിൽ, സിറാജ് പത്രത്തിന്റെ വിഷയത്തിൽ നിങ്ങളുടെ തീരുമാനമൊന്ന് അറിയിക്കണേ മുസ്ലിയാരേ. നിങ്ങൾ അതിവിടെ വന്നൊന്ന് നയം വ്യക്തമാക്കണം. ഞങ്ങളുടേതല്ലെന്ന് പറഞ്ഞ് തോളൊഴിഞ്ഞാൽ നിങ്ങളുടെ തോളിൽ ഞങ്ങൾ ഇതാ വെച്ച് കെട്ടിയിരിക്കുന്നു. ഷാർജയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വെറുതെ വന്നതല്ല, കൊണ്ടുവന്ന് തോളിൽ വെച്ച് തന്നിരിക്കുന്നു. ഇറക്കി വെക്കാൻ ധൈര്യമുണ്ടോ? തോളൊഴിയാൻ നിങ്ങൾക്ക് ആ രൂപത്തിലുള്ള തെളിവുണ്ടെങ്കിൽ അതൊന്ന് കാണട്ടെ. നാദാപുരത്തുകാരും ഈ ശബ്ദം ശ്രവിക്കുന്ന കർണാടകക്കാരാണെങ്കിലും തമിഴ്നാട്ടുകാരാണെങ്കിലും ലോകത്തെവിടെ മലയാളികൾ ഉണ്ടെങ്കിലും കാണട്ടെ, അറിയട്ടെ. ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഇനി പറയാനുള്ളത്, ഞാനിവിടെ മുമ്പ് ഒരിക്കൽ പറഞ്ഞിരുന്നു, നിങ്ങളിവിടെ ഞങ്ങൾ ഒരു മാല ഞാൻ ഇവിടെ പാടിയിരുന്നു. ഒരു മാല ഓർക്കുന്നുണ്ടാകും. കൊട്ട തട്ടിയരും അവർ കഥ പറഞ്ഞിട്ട്
എന്താണെന്ന് പറഞ്ഞത് ഓർമ്മ പുതുക്കാൻ വേണ്ടി പറയുന്നു. ഒലിയേ ഓരോ ഹാദിം മൗത്തായ സങ്കടം അവരെ സാവുചത്ത് വന്ന് പറഞ്ഞാരേ എൻ്റെ ഹാദിമിൻ്റെ റൂഹന്നിൽ തരേണം എന്ന് മലക്കുൽ മൗത്തോട് കേട്ടോവർ തനിയോൻ്റെ അരുളാൽ പൂടിത്തതയ്യങ്ങീന തരും ഞാനെന്ന് മാലക്ക് നവിണ്ടോവർ നവിൽ കേട്ട് കയ്യില്ല മേരർ പിടിത്തുള്ള ജംബീലൈ വേഗം പൂടിത്ത് പറന്നോവർ അന്നാളിൽ വാങ്ങിയ റോഹുകളൊക്കെയും ഉണ്ടന്ത കോട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ തുറന്നിട്ടതി തന്നിൽ ഉള്ള ഉയരുകളെ തുള്ളിപ്പറപ്പിച്ച് പാറ്റി വിടുത്തോവർ. പാടിയതല്ലേ, മറ്റൊരു ട്യൂണിലാണ്. ഏതായാലും പാട്ടുപാടിനൊരു വിഷമാണല്ലോ. തിരിച്ചൊന്ന് പാടി നോക്ക്, പാടി നോക്ക്, നല്ലതല്ലേ. നേരത്തെ ഇപ്പൊ അനുകരിച്ചിട്ട് മാർക്ക് ചെയ്യാനിടാ. എന്നിട്ടോ വിട്ടതൈ കണ്ട് അസ്റായീൽ അള്ളാന്റെ ബലിമഹലറത്തിലെത്തി പറഞ്ഞോവർ അപ്പോൾ മലക്കോട് അള്ളാ അരുളിയെ ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചത് എൻ്റെ ഹൗസല്ലേ പൂതി പോൽ ഞാനോരിൽ കൊടുപ്പവനെന്നോവർ. ഇത് പാടിയിരുന്നില്ലേ, ഇത് പറഞ്ഞിരുന്നില്ലേ? അല്ലേ, ഈ രീതിയിലല്ല. ഇനി അടുത്ത വെല്ലുവിളികൾ ഈ രീതിയിൽ പാടിയതായി വെല്ലുവിളിക്കുന്നു, തെളിയിക്കാമോ? ഇല്ല, പാടിയിട്ടില്ല. ഇപ്പോഴാ പാടിയത്, അല്ല ഞാൻ തോറ്റു. ഇപ്പോഴാ പാടിയത് ഈ രീതിയിൽ. മുമ്പ് മറ്റൊരു ട്യൂണിലായിരുന്നു. ശരി, അപ്പോ പേരൊടി നമ്മൾ വായിച്ചപ്പോ അങ്ങനെ ഈ കൊട്ട വിശദീകരിക്കുന്നില്ല ഞാൻ. ഈ കൊട്ട തട്ടിയ അസ്റായീലിന്റെ അടുത്ത് നീ കൊട്ട വാങ്ങി തട്ടിയ കഥ കണ്ട് വായിച്ചപ്പോ പേരോട് അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കണ്ടോ, തള്ളുകണേ. നാലാപുരത്ത് വെച്ചൊരു തള്ളല്. അത് പ്രത്യേക പാറക്കടവിൽ വെച്ചാണ് തള്ളിയത്. ഒരു മൗലവി പറഞ്ഞു, ഈ സുന്നികൾക്ക് ഒരു മൊഹീദ്ദീൻ മാല, ആ മാലയിൽ മാലപാടൽ കാഫറായി പോകുന്ന കാര്യമാണ്, ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. മൗലിദ് ഓതൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കൂ, മൊഹീദ്ദീൻ മാലയിൽ പറയുന്നത് ഒരു ദിവസം അസ്റായീൽ അലൈഹിസ്സലാം ഒരാളുടെ റൂഹം പിടിച്ചു പോവേ. അങ്ങനെ ആത്മാവ് പിടിച്ചു പോകുമ്പോ ആ കൂട്ടത്തിൽ ഒന്ന് മുഹീദ്ദീൻ ശൈഖിന്റെ മുരീദ്, മുഹീദ്ദീൻ ശൈഖിന്റെ ശിഷ്യന്റെ റൂഹുണ്ട്. ആ റൂഹും കൊണ്ടാ പോകുന്നത്. അപ്പൊ അത് മുഹീദ്ദീൻ ശൈഖിന്റെ മുരീദിന്റെ റൂഹാണ്. അതുകൊണ്ട് അത് പിടിച്ചോണ്ട് പോയാൻ പറ്റില്ല, എനിക്ക് തരണമെന്ന് പറഞ്ഞു മുഹീദ്ദീൻ ശൈഖ്. അപ്പൊ അസ്റായീൽ അങ്ങനെ തരാനൊന്നും പറ്റില്ല. മുഹീദ്ദീൻ ശൈഖ് എന്ത് ചെയ്തു? അസ്റായീലിന്റെ കൊട്ടക്കൊരൊറ്റ തട്ടു കിട്ടിയപ്പോ ആ കൊട്ടയിൽ അസ്റായീൽ പിടിച്ചിട്ട് എല്ലാ റൂഹും പറന്നുപോയി. ഒറ്റ ഒന്നിന് ചോദിച്ചിട്ട് കൊടുക്കാത്തോണ്ട് എല്ലാം നട്ടായി അസ്റായീൽ പോയി. ഇങ്ങനെ മുഹീദ്ദീൻ മാലയിലുണ്ട് എന്ന് മൗലവിമാര് സാധാരണ എത്രയോ സ്ഥലത്ത് കുറ്റിയാടിയും കടവത്തൂരൊക്കെ മുമ്പേ പ്രസംഗിക്കുന്നതാണ്. നമ്മൾ 100 പ്രാവശ്യം എന്റെ മറുപടി പറഞ്ഞാണ്. പാറക്കടവിൽ പാറ്റിയായിട്ട് കൊണ്ടുവന്ന് വിളമ്പുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് കേൾക്കുമ്പോ നമ്മളെ സാധാരണക്കാർ കുട്ടികളുടെ മുഹീദ്ദീൻ മാല മുതൽ അവർ വിചാരിക്കുന്ന ഇല്ലാത്തത് അങ്ങനെ മൗലവിമാർ പറയോ, മുഹീദ്ദീൻ മാല ഇല്ലാത്തത് പറയോ എന്ന് നമ്മളെ കുട്ടികൾ വിചാരിക്കുക. വാസ്തവത്തിൽ ഇത് പച്ചക്കള്ളമാണ്. ബഹുമാനപ്പെട്ട കോഴിക്കോട് വലിയ ഖാദി, 100 കണക്കിന് കിതാബുകൾ എഴുതിയ ഖാദി മുഹമ്മദ് റഹിമഹുല്ലാഹ് കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ കൊർവായിനൊക്കെയും നോക്കിയെടുത്തോവർ. കോഴിക്കോട്ട് ജനിച്ച് മുഹീദ്ദീൻ ശൈഖിന്റെ ബഹുമാനങ്ങളൊക്കെ കോർവയാക്കി നിങ്ങൾക്ക് മാലയാക്കി പഠിപ്പിച്ചു തന്ന ഖാദി മുഹമ്മദ് റഹിമഹുല്ലാഹ് സുന്നത്ത് ജമാഅത്തിലെ വലിയ പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവർ ഉണ്ടാക്കി നമ്മളെ വീടുകളിൽ ചൊല്ലിവരാറുള്ള മുഹീദ്ദീൻ മാലയിൽ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടേ ഇല്ല. ഇത് പച്ചക്കള്ളം മൗലവിമാര് പറയുകയാണ്. ഇതാ മുഹീദ്ദീൻ മാലയിൽ ഇങ്ങനെ ഇങ്ങനെ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കുന്ന ചില കള്ളത്തരീക്കത്തുകാരുണ്ട്. ഞങ്ങൾ ഖാദിരിയ തരീക്കത്താണ്
എന്നും പറഞ്ഞിട്ട് മുഹീദ്ദീൻ ശൈഖിന്റെ ആളാണ് എന്നും പറഞ്ഞിട്ട് കള്ളത്തരീക്കത്തുമായി നടക്കുന്ന ഒരുപാട് പുത്തൻവാദികളുണ്ട്. അത്തരം കള്ളത്തരീക്കാത്തുകാർക്കെതിരെ ഈ പാവപ്പെട്ട ഞാൻ തന്നെ പാറക്കടവിലും ചെക്കിയാടും അതുപോലെ കലാച്ചിയിലും